ആസ്ട്രോണോമസി ആൻഡ് സയൻസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ ജൂപ്പിറ്റർ അഥവാ വ്യാഴം എന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴം. റോമൻ മിത്തോളജിയിലെ ദൈവമായ ജൂപ്പിറ്ററിൽ നിന്നാണ് ഈ നാമം ഈ ഗ്രഹത്തിന് ലഭിച്ചത്. 1610 ഇറ്റാലിയൻ സയന്റിസ്റ്റായ ഗലീലിയോ ഗലീലിയാണ് ഈ ഗ്രഹത്തിനെ ടെലസ്കോപ്പിൽ കൂടി ആദ്യമായി വീക്ഷിക്കാൻ ആരംഭിച്ചത്. സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയിൽ കറങ്ങുന്ന ഗ്രഹം കൂടിയാണ് ജൂപ്പിറ്റർ. ഭൂമി ഒരു തവണ ചുറ്റാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ വെറും 10 മണിക്കൂറിൽ താഴെ മാത്രമാണ് ജൂപ്പിറ്റർ ഒരു തവണ കറങ്ങാനെടുക്കുന്നത്. എന്നാൽ സൂര്യനെ ഒരു തവണ ചുറ്റാൻ 11.5 വർഷം ജൂപ്പിറ്ററിന് വേണ്ടിവരും. ഗ്യാസ് ജയന്റ് അല്ലെങ്കിൽ ഗ്യാസ് പ്ലാനറ്റ് എന്ന പേരിലും ജൂപ്പിറ്റർ അറിയപ്പെടുന്നു. 384 മൈൽസ് പെർ അവറിലധികം സ്പീഡിലാണ് ഈ ഗ്രഹത്തിൽ കൊടുങ്കാറ്റുകൾ വീശുന്നത്. ഗ്യാസ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നതിനാൽ തന്നെ ഭൂമിക്കുള്ളതുപോലെ ഒരു പ്രതലം അല്ലെങ്കിൽ സർഫസ് ജൂപ്പിറ്ററിനില്ല. നമ്മൾ കാണുന്ന ഈ ഗ്രഹത്തിൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ മുതൽ ഇന്നർ കോർ വരെ ഹൈഡ്രജൻ ഹീലിയത്തിൻ്റെ ഒരു സമ്മിശ്ര വാതക ഗ്രഹമാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൻ്റെ അറ്റ്മോസ്ഫിയർ 75% ഹൈഡ്രജനും 24% ഹീലിയവുമാണ്. നക്ഷത്രങ്ങളിൽ കാണുന്നത് പോലെ ഹൈഡ്രജൻ്റെ അളവ് കാരണവും ഗ്രാവിറ്റി കാരണവും ജൂപ്പിറ്റർ 80 തവണ കൂടുതൽ മാസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നക്ഷത്രം തന്നെയായി മാറിയേനെമെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെ ഭാരം എടുത്താലും അതിനേക്കാൾ 2.5 ഇരട്ടി ഭാരം ജൂപ്പിറ്ററിനുണ്ടാകും. 5000 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ജൂപ്പിറ്ററിനാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അന്തരീക്ഷവുമുള്ളത്. ജൂപ്പിറ്ററിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഭാഗം ഭൂമിയേക്കാൾ വലിപ്പമുള്ളതാണ്. പലർക്കും അറിയാത്തത് സാറ്റേൺ ഉള്ളതുപോലെ തന്നെ ജൂപ്പിറ്ററിനും വലയങ്ങളുണ്ട്. എന്നാൽ ഇവ അവ്യക്തമായതും വളരെ നേർത്തതുമാണ്. ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ് ആണ് ഈ വലയങ്ങളിൽ കാണപ്പെടുന്നത്. ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ ജൂപ്പിറ്ററിന് 67 ഉപഗ്രഹങ്ങളാണുള്ളത്. ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ ഗാനിമേഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. നമ്മൾ കാണുന്ന ജൂപ്പിറ്ററിൻ്റെ ചിത്രങ്ങളിൽ ഉള്ള ഉപരിതലം വെറും 50 കിലോമീറ്റർ മാത്രം കനമുള്ള അമോണിയ ഗ്യാസിനാൽ നിറയപ്പെട്ട ഭാഗമാണ്. ഭൂമിയേക്കാൾ 14 മടങ്ങ് കൂടുതൽ ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡുള്ള ഈ ഗ്രഹത്തിന് ശക്തമേറിയ റേഡിയേഷനും സ്പേസിലോട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ അതിശക്തമായ റേഡിയേഷൻ കാരണം ജൂപ്പിറ്ററിൻ്റെ 3 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സാധാ സ്പേസ് സ്യൂട്ട് ഇട്ട ആസ്ട്രോണമർ ഇല്ലാതെയാകും. അഥവാ പ്രത്യേക സ്യൂട്ട് ധരിച്ച് അന്തരീക്ഷത്തിൽ കടന്നാൽ തന്നെ 250 കിലോമീറ്റർ ഉള്ളിൽ കടക്കുമ്പോൾ -150 ഡിഗ്രി താപനിലയായിരിക്കും ജൂപ്പിറ്ററിൽ അനുഭവപ്പെടുക. അതിനുമുള്ളിൽ 370 കിലോമീറ്റർ അകത്താണ് മനുഷ്യൻ അയച്ച പേടകമായ ഗലീലിയോ 1995 ജൂപ്പിറ്ററിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ളത്. 6 വർഷം സഞ്ചരിച്ച് ജൂപ്പിറ്ററിലെത്തിയ ഈ ഉപഗ്രഹം വെറും 78 മിനിറ്റ് മാത്രമാണ് ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ അതിജീവിച്ചത്. അത് കഴിഞ്ഞ് ഗലീലിയോയിൽ നിന്നുള്ള സിഗ്നൽ നിലയ്ക്കുകയും ചെയ്തു. അതിശക്തമായ സമ്മർദ്ദവും ചൂടുമാണ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഗ്രഹത്തിൽ അനുഭവപ്പെടുന്നത്. ഗലീലിയോ കഴിഞ്ഞ് 2011 നാസ ലോഞ്ച് ചെയ്ത ജൂണോ സാറ്റലൈറ്റ് 2016 ജൂപ്പിറ്ററിലെത്തുകയും അവിടെ നിന്ന് വിലപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളും നമുക്ക് ഇന്നും കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെ മനുഷ്യനിർമ്മിതമായ പല ഉപഗ്രഹങ്ങളും ഇപ്പോഴും ജൂപ്പിറ്ററിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയും വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ തന്നെ ഈ ഗ്രഹത്തെപ്പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ ഇപ്പോഴും ശാസ്ത്രലോകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജൂപ്പിറ്ററിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ആൻഡ് ആസ് ഓൾവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്.